ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്തിടെ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ കണ്ടാലോ? വളരെ രസകരമായിട്ടുള്ള ഒരു ഡ്രാമയാണിത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളാവട്ടെ മീനിന് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുകയായിരുന്നു. ആയിങ് എന്നാണ് നമ്മുടെ ഹീറോയിന്റെ പേര്. അവളുടെ അച്ഛനാവട്ടെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം. യഥാർത്ഥത്തിൽ അവളുടെ അച്ഛനാവട്ടെ ഈ പ്രായത്തില് ഓൺലൈനിൽ ഒരു സ്ത്രീയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. മനഃപൂർവ്വം അവളുടെ അച്ഛന്റെ ഫോൺ സംഭാഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിങ്ങാവട്ടെ എനിക്ക് വിശക്കുന്നു അച്ഛാ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാള് ഫോൺ കട്ട് ചെയ്തിട്ട് ഫുഡ് റെഡിയായി എന്ന് അവളോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവളെ കൂട്ടിക്കൊണ്ട് തന്നെ ആ സ്ത്രീയെ കാണാനായിട്ട് അവളുടെ അച്ഛൻ പോകുന്നുണ്ട്. അവരവട്ടെ ലഗേജുമായിട്ടാണ് അവരെ കാണാൻ അവിടെ വന്നിരിക്കുന്നത്. എന്താ അച്ഛാ ഇത്? ഇവരിനി നമ്മളോടൊപ്പം താമസിക്കാൻ പോകുന്നതെന്ന് ഹീറോയിൻ വല്ലാതെ അമ്പരപ്പോടെ തന്നെ അയാളോട് തിരക്കുന്നുണ്ട്. നീ ഒന്ന് ശാന്തമായിരിക്കുമോളെ, 6 മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴാ ഒന്ന് ഓക്കെ ആയത്. ഇതാണ് എന്റെ മകൾ ആയിങ് എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനാവട്ടെ അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു. അവന്റെ പേര് ലീ ചാവോ എന്നാണ്. ഈ സ്ത്രീക്ക് ഒരു മകൻ വരെയുണ്ടോ? നമ്പരപ്പോടെ തന്നെ അവളും അവനെ നോക്കുന്നുണ്ട്. ആയിങ്, ഇത് നിന്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ അവളാവട്ടെ അതെന്തായാലും കൊള്ളാം, എന്റെ പ്രായത്തിലൊരു മകൻ നിങ്ങൾക്കുള്ള വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തന്നെ അവൾ കോമഡി ആയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്. അവൻ നിന്റെ ആന്റിയായ ഷൂവിന്റെ മകനാണ് ലൂച്ചാവോ. ഇനി മുതൽ നമ്മളോടൊപ്പമാണ് അവനും താമസിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, തന്റെ പക്കൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയാമെന്ന് പറഞ്ഞ് അവള് തുടങ്ങുന്നുണ്ട്. 2 അപ്പാർട്ട്മെന്റും അങ്ങനെയുള്ള അവൾക്കുള്ള സ്വത്തുവിവരങ്ങളെ കുറിച്ചുള്ള അവരോട് പറയുന്നുണ്ട്. വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും ആവറേജ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. എന്നിരുന്നാലും ഹീറോയിനാവട്ടെ അവരെ ആരെയും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ തന്നെയാണ് അവരെ ഇരുവരെയും അവൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അച്ഛനും മകളും ബിൽ പേ ചെയ്യാൻ പോകുമ്പോൾ ഹീറോയിനാവട്ടെ അവർ നമ്മളോട് തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. സംശയത്തോടെ ചോദിക്കുമ്പോൾ മോളെ, ഷൂ നിന്നെ നന്നായി തന്നെ നോക്കിക്കോളും. ഇത് നിന്റെ സഹോദരനുള്ള ഗിഫ്റ്റാണ്, ഇത് നീ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും വിഷമം തോന്നിയാലോ? അവനോട് കുറച്ച് സ്നേഹമുള്ളതുപോലെയൊക്കെ പെരുമാറണമെന്നും അച്ഛൻ പറയുന്നുണ്ട്. തുടർന്ന് അവർ ലഗേജുമായി ഹീറോയിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ശരി, ഞാനത് കൊടുക്കാമെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഇനി മുതൽ ഒരു ഫാമിലിയാണെന്ന് പറഞ്ഞ് തന്നെ ഓടിപ്പോയി അയാൾ അവിടെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ലഗേജൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവളുടെ അച്ഛനാവട്ടെ ആ സ്ത്രീയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്താ നിന്റെ കയ്യിൽ നിന്നും ഞാൻ ലഗേജ് വാങ്ങണോ? അതൊന്നും സാധിക്കില്ല എന്ന് അവള് പറയുമ്പോൾ അതൊന്നും വേണ്ട, എന്റെ റൂം ഏതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവിടേക്ക് പോകാമായിരുന്നു എന്ന് ഹീറോ പറയുന്നുണ്ട്. മുകളിലത്തെ 2ാമത്തെ മുറിയാണ് നിന്റെ എന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് നിൽക്കെന്ന് പറഞ്ഞ് അവൾ ആ ഗിഫ്റ്റ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നിന്നെ കണ്ടതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് വല്ലതും നൽകണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവനവട്ടെ താങ്ക് യു സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. എന്നെ ആരും സഹോദരി എന്നൊന്നും വിളിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ലഗേജുമായി അവന്റെ റൂമിലെത്തുന്നുണ്ട്. റൂം വളരെ ക്യൂട്ടും വളരെ ഭംഗിയുള്ളതുമായിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവനവിടെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെടാതെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട്. ആ സമയം അവൻ വല്ലാത്ത ദേഷ്യത്തിലുമായിരുന്നു. പിന്നീട് ഹീറോയിന്റെ അച്ഛൻ അവിടെ ലുവിനെ ഫുഡ് കഴിക്കാനായി വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ട്. തുടർന്ന് അവനെ വിളിക്കാനായി അവന്റെ മുറിയിലേക്ക് ഹീറോയിൻ പോകുന്നു. അവനുള്ള ബെഡ്ഷീറ്റുമായിട്ടാണ് അവൾ അവിടെ എത്തിയത്. അതേസമയം തന്നെ വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന അവൾ കൊടുത്ത സമ്മാനവും അവൾ കാണുന്നുണ്ട്. നീ ആള് കൊള്ളാലോ, ഇതൊന്നും തുറന്നു പോലും നോക്കാതെ വേസ്റ്റ് ബിന്നിലേക്ക് കളഞ്ഞു. നിനക്ക് നല്ലൊരു പണി തന്നെ ഞാൻ തരാമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് അവന്റെ ബെഡിൽ മുഴുവൻ അവൾ വെള്ളം ഒഴിക്കുകയും തുടർന്ന് അതെല്ലാം ചവിട്ടി നാശമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നീ എങ്ങനെ ഇതിൽ കിടക്കുമെന്നൊന്നും കാണണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ വിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹീറോയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നത്. നിനക്കൊരു ഗിഫ്റ്റ് തന്നാൽ നീ അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുവോ? അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നീ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നീ ചെയ്തത്. നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, നിനക്ക് ഇതിലും നല്ലൊരു ഗിഫ്റ്റ് തന്നെ ഞാൻ തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ സിസ്റ്റർ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വെച്ച് നിന്നെ കാണാനാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. ഇല്ല, നമ്മളൊരു പ്രാവശ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴാ കണ്ടേ എന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ വീട്ടിലുള്ള ഗാർബേജ് കളയാനായി നീ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ, അപ്പൊ നീ ആയിരുന്നു അത്. ഞാനന്ന് വേസ്റ്റ് കളയാൻ വന്നപ്പോൾ ഒരു കറുത്ത ജാക്കറ്റും ധരിച്ചിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിന്റെ മെമ്മറി വളരെ ഷാർപ്പാണല്ലോ എന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അതിന് നിന്നെ അന്ന് കണ്ടു എന്ന് വെച്ച് ഞാൻ നിനക്ക് വല്ല ഹെൽപ്പും ചെയ്യണോ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളിരുവരും ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ അവിടം വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തന്റെ സഹോദരിയെ മെരുക്കിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഹീറോ ആണ് അവളെക്കാട്ടിലും 2 വയസ്സിന് മൂത്തതും. അവൾ താഴെ ചെന്നപ്പോൾ അവളുടെ അച്ഛൻ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അവൾക്കും ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ആന്റി ആവട്ടെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയായിരുന്നു. അതേസമയം തന്നെ അവളുടെ അച്ഛനെ ആവട്ടെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവരോടൊപ്പം കൂടുന്നുണ്ട്. ഇതൊന്നും ഹീറോയിനെ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ വീട് എപ്പോഴും മെസ്സായിട്ടാണ് കിടക്കുന്നത്. അവളെയും ഈ വീടും ഞാൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടുവന്നത്. ഇനി മുതൽ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ആവട്ടെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇതുപോലൊരു വൈഫിനെ കിട്ടിയത് തന്റെ ഭാഗ്യമെന്ന് തന്നെ അവളുടെ അച്ഛനും പറയുന്നു. ഇനിയും ഈ സ്നേഹപ്രകടനമൊന്നും തന്നെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ അവരെ ഇരുവരും വെറുപ്പോടെ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഇതൊക്കെ ചെറു ചിരിയോടെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നതും.
അവസാനം ദേഷ്യം വന്ന ഹീറോയിൻ ആവട്ടെ അവിടം വിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. അവളുടെ അതിർത്തി ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഹീറോയും ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ടായിരുന്നു. തന്റെ പ്രായത്തിൽ തന്നെ ഏകദേശമുള്ള ഒരു യുവാവുമൊത്ത് ഒരു വീട്ടിൽ താമസിക്കുന്നതിന് ഹീറോയിന് വല്ലാത്ത അതിർത്തി ഉണ്ടായിരുന്നു. അവളോട് സംസാരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ മുഖം കൊടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയതേ ഉള്ളൂ. ഹീറോ അങ്ങനെ റെസ്റ്റ് റൂമിലേക്ക് വരുമ്പോഴാവട്ടെ സോപ്പിന്റെ സ്മെല്ല് വളരെ സ്ട്രോങ് ആയി തന്നെ അവന് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും ഹീറോയിന്റെ ബോഡി വാഷ് ഉപയോഗിച്ചാണ് അവനെന്ന് കുളിച്ചത്. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹീറോയിൻ അവനെ കാണാനായി വരുന്നുണ്ട്. നീ എൻ്റെ ബോഡി വാഷാണോ യൂസ് ചെയ്തതെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തിനാ യൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാൻ സോപ്പോ ബോഡി വാഷോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ അവൻ മറുപടി നൽകുന്നുണ്ട്. ഇതിനപ്പുറം എൻ്റെ സാധനങ്ങളിൽ ഒന്നും തുടരുത്. ഇവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് താമസിക്കുന്നത്, സ്ഥിരമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് തന്നെ അവൾ അവിടം വിട്ടു പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ മറുത്തൊന്നും പറയാതെ അവിടെ വന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹീറോ അവിടെ ബെഡ്ഷീറ്റ് കഴുകുകയായിരുന്നു. അതേസമയം ഹീറോയിൻ്റെ അച്ഛൻ അവിടെ വന്ന് നോക്കുന്നുണ്ട്. എന്താ മോനെ ഈ ടൈമിൽ ബെഡ്ഷീറ്റ് കഴുകുന്നതെന്ന് ചോദിക്കുന്നു. ഓ മനസ്സിലായി, ആൺകുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ ടൈമിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. നീ വളർന്നു എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ്. നീ നിന്റെ ഹെൽത്ത് നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കണ്ട എന്ന് അവളുടെ അച്ഛനാവട്ടെ അവനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ബെഡ്ഷീറ്റിൽ മുഴുവൻ വെള്ളം ഒഴിച്ചത് കൊണ്ടാണെന്നോ അഴുക്കാക്കിയത് കൊണ്ടാണെന്നോ എന്നൊന്നും അവൻ തുറന്നു പറഞ്ഞതുമില്ല. നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഹീറോയിൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച അവനും കാണുന്നുണ്ട്. മനഃപൂർവ്വം ചെയ്തതാണോ? തീർച്ചയായും നിന്നെ വെറുതെ വിടില്ല എന്ന് തന്നെ ഹീറോയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും നിശബ്ദമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ഹീറോയിന്റെ കനിയിൽ അവൻ വിനാഗിരി ചേർത്ത് നൽകുകയും അവൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹീറോയിനാവട്ടെ ഹീറ്റർ ഓഫ് ചെയ്യുകയും പിന്നീട് അവൾ ബ്രഷ് ചെയ്യാൻ വന്നപ്പോൾ അവളുടെ പേസ്റ്റിൽ മറ്റെന്തോ അവൻ കലർത്തി നൽകുകയും ഉണങ്ങാനിട്ടിരിക്കുന്ന ഹീറോയുടെ ഇന്നറിൽ അവൾ വെള്ളം കോരി ഒഴിക്കുകയും പിന്നീട് അവൾ സീരീസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈഫൈയുടെ കണക്ഷൻ അവൻ കട്ടാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഇരുവരും പരസ്പരം ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും നല്ലപോലെ അറിയാമായിരുന്നു. എന്നാൽ പിറ്റേ ദിവസവും എഴുന്നേറ്റിട്ട് അവർക്കിടയിൽ യാതൊന്നും നടക്കാത്ത രീതിയിൽ തന്നെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ ഇരുവർക്കും വല്ലാത്ത ദേഷ്യവും വിദ്വേഷവുമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നൈറ്റ് എല്ലാവരും ചേർന്ന് തന്നെ ഭക്ഷണം കഴിക്കാനായിരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്ത് അവളുടെ അച്ഛനാവട്ടെ ആൻറ്റിയുടെ കുക്കിംഗ് എങ്ങനെയുണ്ട്, നല്ല ഭക്ഷണമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോ ആവട്ടെ അവിടെ തന്നെ ഇരുന്ന് മുട്ട പൊളിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ഇവന്റെ ഹാബിറ്റ് എന്ന് നോക്കിക്കേ, എത്ര മോശമാണെന്നുള്ള രീതിയിൽ തന്നെ അവന്റെ കയ്യിലുള്ള മുട്ടയും അവനെ മാറി മാറി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ മകൻ വളരെ നല്ലവനാണ്, എല്ലാത്തിലും ഫസ്റ്റും ക്യൂട്ടും ബെസ്റ്റും ആണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ അമ്മയാവട്ടെ വിഷമത്തോടെ തന്നെ അവനവന്റെ അച്ഛനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. എന്നെ പോലെയാണോ അവളുടെ അച്ഛൻ എടുത്തു ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഇത് കേട്ടിട്ട് ഒരുമാതിരി തോന്നുന്നുണ്ട്. അവന്റെ ബയോളജിക്കൽ ഫാദറിനെ കുറിച്ച് പറയുന്നെന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അയാളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഓ മനസ്സിലായി എന്ന് പറഞ്ഞു തന്നെ ആ സ്ത്രീക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം അവരുടെ പാത്രത്തിലേക്ക് അയാൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹീറോയുടെ നെക്സ്റ്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് അവളുടെ അച്ഛൻ തിരക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകാനാണ് തനിക്ക് താല്പര്യമൊന്നും അവൻ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടുപേരും ഇനി ഒരേ സ്കൂളിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. ഇരുവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് അവളുടെ അച്ഛൻ പറയുമ്പോൾ തന്നെ കറണ്ട് പോകുന്നുണ്ട്. അയ്യോ കറണ്ട് പോയല്ലോ, എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് തന്നെ അവളുടെ അച്ഛൻ പോകുന്നുണ്ട്. പിന്നാലെ അവൻ്റെ അമ്മയും പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയും എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും എല്ലാവരും നിന്നെക്കുറിച്ച് ഓവറായി അങ്ങ് പുകഴ്ത്തി പറയുകയാണല്ലോ, എന്നാൽ നീ അത്ര നല്ലവനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് അവൻ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്. നീ നല്ല പിള്ള ചമയാനൊന്നും ശ്രമിക്കേണ്ട, നല്ലവനാവാനും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ കാലിൽ ചവിട്ടിയോളം മെതിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ മുടിക്ക് പിടിച്ച് പുറകോട്ട് വലിക്കുകയും ചെയ്യുന്നു. നീ എന്നെ ഉപദ്രവിക്കുന്നോ, നിന്നെ വെറുതെ വിടില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ നീയാണ് ആദ്യം എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ആർഗ്യുമെന്റ് നടക്കുകയും അവരിരുവരും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുവരും നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഹീറോയിനെ കൊണ്ട് ഒരു രീതിയിലും അവനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവന്റെ ചെസ്റ്റിൽ തന്നെ അവൾ കയറി കടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കറണ്ട് വരികയും അവരുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും വരികയും ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ അവളെ നിലത്തേക്ക് വീണപ്പോൾ ഞാൻ പിടിച്ചു നിൽപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേർക്കൂടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അവന്റെ ചെസ്റ്റിലുള്ള ലിപ് മാർക്ക് അവർ കാണുന്നുണ്ട്. അതുകൂടെ കണ്ടപ്പോൾ ഇരുവരെയും തെറ്റിദ്ധരിക്കുകയും തുടർന്ന് അവരുടെ മുഖഭാവം ആക്കി മാറുകയും ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഇരുവരും വന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നതന്നെ അവന്റെ അമ്മ പറയുന്നുണ്ട്. നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല എന്നവൾ പറയുന്നുണ്ട്. കുഴപ്പമില്ല, സ്റ്റെപ്പ് മദറായിട്ട് അവരൊന്ന് ആക്ട് ചെയ്യാൻ ശ്രമിച്ചാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവള് റൂമിലേക്ക് പോവുകയും പിന്നാലെ തന്നെ ഹീറോയും അവിടെ വിട്ടു പോകുന്നുണ്ട്. ഫുഡൊക്കെ എടുത്തു വെച്ചോ, താൻ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അവിടം വിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഹീറോയെ അവൻ്റെ അമ്മ തനിച്ചു വിളിച്ച് സംസാരിക്കുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കൂടെ എന്ന് തന്നെ ആശ്രയ വല്ലാതെ ദേഷ്യത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിൽ തനിക്കൊരു ജീവിതം ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വന്നത്, നീ ആവട്ടെ എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ദയവ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന തന്നെ ആശ്രയ അവനോട് പറയുന്നുണ്ട്. അവൻ്റെ കഴുത്തിന് പിടിച്ച് തന്നെയാണ് അവരിതൊക്കെ സംസാരിച്ചത്. ഹീറോയിൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ നീ അവളെ കഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇതിനപ്പുറം എന്തെങ്കിലും നീ അവളെ ചെയ്താൽ താൻ ഇങ്ങനെയായിരിക്കില്ല പെരുമാറുന്നതെന്നും ഈ വീട് വിട്ട് തനിക്ക് പോകാൻ സാധിക്കില്ല.
എന്റെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജീവിതമല്ലേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, പിന്നെ ഞാനിവിടെ വന്നുകൂടാന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ തിരിച്ചും ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്നിട്ട് അമ്മയും മകനുമാണെന്ന് പോലും തോന്നുന്നില്ലല്ലോ. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഹീറോയിനും അവർ ഇരുവരുടെ സംഭാഷണത്തിൽ നിന്ന് തോന്നുന്നുണ്ട്. ദേവിതേര് തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോ, എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, പോവാൻ നോക്കുന്ന തന്നെ ആ സ്ത്രീ ഒരു ധൈര്യമില്ലാതെ മകനോട് പറയുന്നുണ്ട്. ഹീറോ അവിടെ അതിനൊരു റിയാക്ഷനും കൊടുക്കാതെ തന്നെ ലൈറ്റായി സ്മൈൽ ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായി തന്നെയാണല്ലോ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം നീ അവളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് പോകാനായി തിരിയുന്നുണ്ട്. ഹീറോ വളരെ ശാന്തമായി തന്നെയാണ് നിന്നിരുന്നത്. ഇത്രയും വർഷം നീ പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞു തന്നെയാണ് നിന്നത്. ഇതിനപ്പുറം തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവരവിടെ നിന്ന് പോകുന്നു. ഇതെന്തൊക്കെയായി നടക്കുന്നത്? ഇവർ ശരിക്കും അമ്മയും മകനും തന്നെയാണോ എന്ന് ഹീറോയിൻ സംശയത്തോടെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ വളരെ ശാന്തമായി തന്നെയാണ് നിന്നിരുന്നത്. പിറ്റേ ദിവസം ഇരുവരും ഒരുമിച്ച് തന്നെയാണ് സ്കൂളിലേക്ക് വന്നത്. എന്റെ അടുത്തൂടെ നടക്കരുത്, എന്റെ അടുത്ത് മിണ്ടരുത്, നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ നടക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും വീണ്ടും വഴക്കടിക്കാനും തുടങ്ങുന്നു. നീ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ച ഹീറോ എന്റെ ഷർട്ട് കുറച്ച് മാറ്റി കാണിക്കുന്നുണ്ട്. നീ പിന്നെ എന്താ കാണിച്ച്? എന്റെ കയ്യിൽ എന്തുമാത്രം മുറിവ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കൈ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോയിന്റെ ഫ്രണ്ട് വരുന്നത് കൊണ്ട് തന്നെ അവള് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ പുതിയതായി ഒരു പയ്യൻ വന്നിട്ടുണ്ടല്ലോ, വളരെ ഹാൻസം ആണ്, അവൻ എന്നെയെ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കുന്ന തന്നെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ എന്ത് പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. കാരണം ഹീറോയെ കുറിച്ചാണ് അവളുടെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂളിലെ PT പീരീഡ് വരുന്നുണ്ട്. ഹീറോയിനും മറ്റുള്ളവരും എല്ലാം മഴയത്ത് നിൽക്കുമ്പോൾ PT സാർ ആവട്ടെ ഒരു കൊടയും പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്യുകയല്ലേ, എല്ലാവരും മാറി നിൽക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ ഇത് എവിടെ പോവുകയാണ്, ഞാൻ പറയാതെ ഇവിടെ നിന്ന് ആരും അനങ്ങിപ്പോരുമെന്ന് തന്നെ അവരുടെ PT സാർ പറയുന്നുണ്ട്. തന്റെ വാക്ക് ധിക്കരിച്ച് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിന് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര നേരമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട് ഈ മഴയത്തൊന്നും നിൽക്കാൻ സാധിക്കില്ല എന്ന് അവൾ എതിർത്ത് പറയുന്നുണ്ട്. എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. അപ്പോഴാണ് അയാളാവട്ടെ അവളുടെ ഒരു കുറച്ച് മുടിഭാഗം കളർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഇതൊന്നും ഈ സ്കൂളിൽ പറ്റില്ലെന്നറിയില്ലേ, പോയി ഒരു 3 റൗണ്ട് ഗ്രൗണ്ടിന് ചുറ്റും ഓടിയിട്ട് വന്നതിന് അയാൾ പറയുന്നുണ്ട്. ഹീറോയിന് ഭയങ്കരമായി ദേഷ്യം തോന്നുന്നുണ്ട്. പാവം അയാളുടെ മുമ്പിൽ പോയ പെൺകുട്ടി പെട്ടുപോയല്ലോ എന്ന് ഹീറോയുടെ അടുത്ത് ഇതേ സമയം അവന്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. ഹീറോയും ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഹീറോയിനാവട്ടെ അയാളുടെ കയ്യിലിരുന്ന കുട വാങ്ങിച്ചിട്ട് അത് ചവിട്ടി അങ്ങ് ഒടിക്കുന്നുണ്ട്. ഇതിന് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നെ അയാളുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പണിഷ്മെന്റിനായി അവൾ ഓട്ടം തുടങ്ങുന്നുണ്ട്. അവളെ തനിച്ചാക്കാൻ അനുവദിക്കാതെ തന്നെ അവളുടെ ക്ലാസ്സിലുള്ള മൊത്ത കുട്ടികളും ആ പണിഷ്മെന്റ് അവളോടൊപ്പം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ടെൻഷനായ PT സാർ ആവട്ടെ എല്ലാവരും തിരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അവളോടൊപ്പം പണിഷ്മെന്റ് ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവൾ എത്ര റൗണ്ട് ഓടുന്നു അതുപോലെ ഞങ്ങൾ ഓടിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ആ മഴയത്ത് എല്ലാവരും അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് എല്ലാവരെയും അലറി വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആരോ ഒരു ബോൾ അടിച്ച് അയാളുടെ മണ്ടയ്ക്ക് തെറിപ്പിക്കുന്നു. പിന്നീട് ബോധരഹിതനായ PT സാറിനെ എല്ലാവരും കൂടി താങ്ങിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവളുടെ പണിഷ്മെന്റ് പൂർത്തിയാക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവിടെ നിന്ന് കുറച്ച് മാറി അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവനെ കാണുന്നുണ്ട്. തന്റെ അമ്മ മരിച്ചതിന് ശേഷം എല്ലാവരും തന്നെ ബുള്ളി ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും അവളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിനി അവളുടെ അമ്മയെ പറ്റി എന്തോ മോശമായി പറഞ്ഞിരുന്നു. അന്ന് ആ വിദ്യാർത്ഥിനെ ഹീറോയിനെ അടിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹീറോയിൻ തന്നെ കളിയാക്കാനാണല്ലോ അവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിനക്കുള്ള പണി ഞാൻ വേറെ തരാമെന്ന് തന്നെ അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു. വീട്ടിലേക്ക് പോയി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ തുമ്മുന്നുണ്ട്. എന്തു പറ്റി മോളെ, സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കോൾഡ് ആണെന്ന് പറഞ്ഞ് തന്നെ അവള് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ, നിന്റെ ബ്രദറിനെ കണ്ടുപിടിക്കുക, അവൻ എത്ര ഹെൽത്ത് കോൺഷ്യസ് ആണെന്നറിയാമോ, പഠിപ്പിലും എല്ലാ കാര്യത്തിനും അവൻ വളരെ മികച്ചതാണ്, അവനെ പോലെ തന്നെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിന് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടുപേരും ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ തനിക്കെന്തോ ഫുഡ് വേണ്ട, വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഹീറോയെ കാണാൻ അവന്റെ അമ്മയ്ക്ക് ആവട്ടെ വല്ലാതെ ദേഷ്യവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഹീറോയെ ഇതൊക്കെ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എന്റെ മകൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്, അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അവളുടെ ഉള്ളിൽ ഫീലിങ്സ് ഇല്ലാതെ പോയിരിക്കുന്നു, നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം, ഞാനല്ലേ അവളുടെ അമ്മയെന്ന് പറഞ്ഞ ആ സ്ത്രീ അച്ഛനെ സമാധാനപ്പെടുത്തുന്നു. ഹീറോ ഒരു ചെറിയ ബൗളിൽ അവന്റെ അമ്മയ്ക്ക് അവിടെ സൂപ്പ് എടുത്ത് നൽകുന്നുണ്ട്. കണ്ടില്ലേ നിന്റെ മകനെ എത്ര നന്നായിട്ടാണ് നീ വളർത്തിയിരിക്കുന്നത്, എത്ര ശാന്തമായിട്ടാണ് അവൻ പെരുമാറുന്നത്, എന്ത് നല്ല സ്വഭാവമാണ് അവൻ്റേത്, ഇങ്ങനൊരു മകനെ കിട്ടിയാൽ താനും ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ തന്നെ അവന്റെ അമ്മയാവട്ടെ വല്ലാതെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവനെടുത്തു കൊടുത്ത സൂപ്പും അവർ കുടിച്ചില്ല, മാറ്റിവെച്ചിരുന്നു. പിന്നീട് തനിക്ക് മതി എന്ന് പറഞ്ഞ് ഹീറോയും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ അവൻ നൽകിയ സൂപ്പ് പോലും ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിനെ ആവട്ടെ വേഗം താഴേക്ക് റെഡിയായി വാ, സ്കൂളിലേക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എണീക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല, അത്രത്തോളം പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവളെ താഴോട്ട് കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനാവട്ടെ ഹീറോയെ പറഞ്ഞു വിട്ട് അവളെ വിളിച്ചുകൊണ്ടുവരാനായി പറയുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം തട്ടിയിട്ട് മാത്രമാണ് അവൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. കണ്ണുപോലും നേരെ തുറക്കാതെയാണ് അവൾ മുമ്പോട്ട് കയറി വന്നത് പോലും ഹീറോയുടെ കയ്യിൽ കയറി നെറ്റി ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കെന്തോ വയ്യ എന്ന് അവൾ പറയുന്നുണ്ട്. തൊട്ട് നോക്കിയപ്പോൾ അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. നല്ല പനിയുണ്ട്, ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ അവനെ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവിടം വിട്ട് അവളെ ഉപേക്ഷിച്ച് പോകാൻ അവന് തോന്നിയില്ല. ഞാൻ തന്നെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, നിനക്ക് നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നടക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ശരി, ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ, നീ എൻ്റെ ചുമലിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് അവനാവട്ടെ അവളെ ചുമലിലേക്ക് കയറ്റിയിരുത്തുന്നു. പോകുന്ന വഴിക്ക് പോലും ചുമ്മാതിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവളാവട്ടെ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഇറുക്ക വരെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ താഴെ ഇടുമെന്ന് തന്നെ അവൻ പറയുമ്പോൾ ഞാൻ നിന്റെ കഴുത്തിൽ ഇറുക്ക പിടിച്ചിരിക്കുകയാണ്, എന്നെ താഴെ ഇട്ടാൽ നീയും വീഴുമെന്ന് തന്നെ അവളും പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴെല്ലാവരും വഴക്കിട്ട് തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു വഴിക്ക് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അന്നേരം അവളൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അവൾക്ക് ഹോസ്പിറ്റൽ എന്നത് ഭയം തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. അവളുടെ അമ്മ മരണക്കിടക്കിൽ കിടക്കുന്ന സമയത്ത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഈ ലോകം നിന്നെ എപ്പോഴും പ്രസന്റ് ആക്കി വെക്കും, അതുമാത്രമല്ല ആരെയും കഷ്ടപ്പെടുത്താതെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ജീവിക്കൂ, എപ്പോഴും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഇരിക്കൂ, നിന്റെ അരികിൽ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും, വിഷമിക്കാതിരിക്കുന്ന അന്ന് അമ്മ പറഞ്ഞിരുന്നു. ഹീറോയിനാവട്ടെ അമ്മയുടെ കൈകൾ പിടിച്ച് ഒരുപാട് കരഞ്ഞിരുന്നു. മരണസമയത്ത് പോലും അവരാവട്ടെ അവളെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ആദിയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഓർത്ത് ഹീറോയിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അരമയക്കമായിരുന്ന അവളാവട്ടെ ഉറങ്ങി മുമ്പോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ അവളുടെ താടിക്ക് കൈ കൊടുക്കുന്നു. ആദ്യം അവൾ കുറച്ച് ആശ്വാസത്തോടെ തന്നെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ അവളെ തട്ടി മാറ്റുന്നു. ഉറക്കം വന്നോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ നിശബ്ദമായി തന്നെ അവളുടെ കണ്ണീരൊക്കെ തുടച്ചു മാറ്റി സൈലൻ്റായി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പനി ബാധിച്ചൊരു കുട്ടിയും അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിൽ ട്രിപ്പ് ഇടുന്നത് പേടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. ദേ ചേച്ചിയെ കണ്ടില്ലേ, എന്ത് ധൈര്യമായിട്ടായിരിക്കുന്നത്, നീയും അതുപോലെ ഇരിക്കണമെന്ന് ആ കൊച്ചുകുട്ടിയുടെ അമ്മ പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ കരയാൻ തുടങ്ങുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ അത്ര സ്ട്രോങ് ഒന്നുമല്ല, എനിക്കും ഭയമുണ്ടെന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഹീറോ ആവട്ടെ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ നീ എന്നെ സമാധാനപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് എന്നെ നീരസം പ്രകടിപ്പിക്കുകയും അവൾ കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നേഴ്സ് വന്ന് അവളുടെ കയ്യിലെ ക്യാൻഡിലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്കൂളിൽ ചെന്ന് എനിക്ക് ഇഞ്ചക്ഷൻ കണ്ടാൽ എനിക്ക് പേടിയാണെന്നും കൊച്ചുകുട്ടികളെപ്പോലെ ഞാൻ കരയുമെന്നും പറയുമോ? അങ്ങനെ പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലാന്ന് നല്ല കോൺഫിഡൻ്റായി തന്നെ അവൾ പറയുന്നുണ്ട്. അതിന് ഞാനെപ്പോഴാണ് നിന്നോട് പറഞ്ഞത് ഞാൻ സ്കൂളിൽ ചെന്ന് അങ്ങനെയൊക്കെ പറയുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിൻ അവിടെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സ്കൂളിലേക്ക് ഹീറോ മടങ്ങിയെത്തിയപ്പോൾ എല്ലാവരും പെയറായി തന്നെ നിൽക്കുകയായിരുന്നു. ഇതേസമയം അവൻ്റെ ഫ്രണ്ട് അവനോട് തിരക്കുന്നുണ്ട്, എന്താ ലേറ്റായെന്ന്. തൻ്റെ സഹോദരിക്ക് പനി ബാധിച്ചുവെന്നും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മടങ്ങി വരികയാണെന്നും ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. നിനക്ക് സിസ്റ്ററൊക്കെ ഉണ്ടോ? സിസ്റ്ററിനെ പറ്റി നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവൾ ചെയ്ത ഓരോ പ്രവൃത്തികളും ഓർത്തെടുത്ത ഹീറോ ആവട്ടെ എൻ്റെ സഹോദരി വളരെ സ്നേഹമുള്ളവളാണ്, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ അവൾ ചെയ്തു തരാറുണ്ട്, വളരെ നല്ല പെൺകുട്ടിയാണെന്ന് പറയുന്ന കേട്ടപ്പോൾ തന്നെ നീ നിന്റെ സിസ്റ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. അതെ, ഞാൻ കിടക്കുന്ന നേരം അവൾ എനിക്ക് ബെഡൊക്കെ റെഡിയാക്കിയിട്ട് തരികയും കുളിക്കുന്ന നേരം പോലും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വരെ അവൾ ചെക്ക് ചെയ്യും, പിന്നെ അവളുടെ ബോഡി വാഷ് വരെ എനിക്ക് ഉപയോഗിക്കാൻ തരും, തൻ്റെ തുണികളൊക്കെ കഴുകി ഉണക്കിയിട്ട് തരുമെന്നും ഹീറോ പറയുന്നുണ്ട്. ഒരു സഹോദരി ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു, നിനക്കുള്ളതുപോലെ എനിക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിനാവട്ടെ അവളുടെ കുറച്ച് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് അവൾക്ക് ആ PT സാർ പണിഷ്മെൻറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ അത് വീണ്ടും ബ്ലാക്ക് ആക്കാൻ പോവുകയാണ്. സാർ പറഞ്ഞതുകൊണ്ട് നീ ആ കളർ ചേഞ്ച് ചെയ്യാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുമാത്രമല്ല മറ്റു കുട്ടികൾക്ക് താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവേണ്ട, അവനവട്ടെ താൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഹെയർ കളർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ മിററിലൂടെ അവനെ നോക്കിയപ്പോൾ എന്തോ ഒരു തരം അസ്വസ്ഥത ഹീറോയിനെ പിടികൂടിയിരുന്നു. ഇടയ്ക്ക് അവളുടെ കഴുത്തിൽ നിന്ന് അവൻ്റെ കൈ കൊണ്ടപ്പോൾ പോലും മര്യാദയ്ക്ക് കൈയെടുത്ത് മാറ്റിക്കുമെന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ലൂ ആവട്ടെ ചിരിച്ചുകൊണ്ട് നീ ആ ഗ്രൗണ്ടിലൂടെ ഓടിപ്പോകുന്ന കണ്ടപ്പോൾ സ്ട്രീറ്റ് ഡോഗ് ഓടിപ്പോകുന്ന പോലെയാ തോന്നി എന്ന് പറയുന്നു. അതൊന്നും തനിക്കൊരു പ്രശ്നവുമില്ല, തൻ്റെ കൂടെ ഓടാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, അവരും അത് കണക്കാണോന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല ശരിക്കും ഈ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ക്ലീനർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിന്നെ തോന്നിയിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ വേസ്റ്റ് കൊണ്ട് കളയുന്ന ക്ലീനറാണെന്നുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞ വേസ്റ്റുകളിൽ ഒന്ന് മാത്രമാണ് നീ എന്നവൾ പറയുന്നുണ്ട്. എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാം, നിനക്കാരാ ഉള്ളത്, നിന്നെ ആരും ചൂസ് ചെയ്യില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നു. അതിന് മറുപടിയൊന്നും പറയാതെ തന്നെ അവളാവട്ടെ താൻ വേസ്റ്റ് പറക്കുന്നവളാണെങ്കിൽ നീ വേസ്റ്റാണ്, ഇപ്പോൾ രണ്ടുപേരും മാച്ച് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. പിറ്റേ ദിവസം സ്കൂളിലാവട്ടെ ടോപ്പ് മാർക്ക് വാങ്ങിച്ചവരുടെ എല്ലാം ഫോട്ടോസ് നോട്ടീസ് ബോർഡിലിടുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് ഹീറോയ്ക്കും അതുപോലെ ഹീറോയിനും ലഭിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് അവിടെ ഹീറോയെ നോക്കിയിട്ട് അവൻ നല്ല ഹാൻസം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ നിന്റെ സഹോദരി ഇത് കണ്ടാൽ സന്തോഷിക്കില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. സഹോദരിയെന്നോ? അപ്പോൾ തീർച്ചയായും ഇവൻ തന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ ഹീറോയിൻ സംശയത്തോടെ വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല അവൻ്റെ സുഹൃത്താവട്ടെ മറ്റു സുഹൃത്തുക്കളോട് ഇവൻ്റെ സഹോദരി അവനോട് നല്ല സ്നേഹത്തിലാണെന്നും അവന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നും, പക്ഷേ ചില സമയങ്ങളിൽ ക്ലിഞ്ചാണെന്നും വേറൊന്നുമില്ല അവൾക്ക് ഫീവർ വന്നു കഴിഞ്ഞാൽ വല്ലാതെ ഭയന്ന് അവൻ്റെ തോളിൽ ചാഞ്ഞ് അവനെ ഹഗ് ചെയ്തിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഹീറോയിനാവട്ടെ ദേഷ്യത്തോടെ എന്ത് പറയില്ല എന്ന് പറഞ്ഞു അത് മുഴുവൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ, നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്.
അന്ന് നൈറ്റ് ആവട്ടെ ഹീറോയിൻ്റെ ബെഡ് മുഴുവൻ വെള്ളം ഒഴിക്കാനായി ഹീറോയിൻ അവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് കയറിപ്പോൻ ശ്രമിക്കുന്ന ഹീറോയിനെ അവൻ കണ്ടതുകൊണ്ട് തന്നെ തടഞ്ഞിട്ട് എവിടെ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ മുറിയിലേക്ക് പോവുകയാണ്, നിന്റെ ബെഡ് മുഴുവൻ വെള്ളം ഒഴിച്ച് നനയ്ക്കും, അപ്പോൾ നീ എവിടെ കിടക്കുമെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ ആവട്ടെ അവളെ പിന്നിൽ നിന്ന് ഹഗ് ചെയ്തതിനു ശേഷം എങ്കിൽ പിന്നെ നിന്റെ റൂമിലേക്ക് വരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വിടടാ വിടടാ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കുമായിരുന്നു അവളുടെ അച്ഛൻ അവിടേക്ക് കയറി വന്നത്. ഉടനടി തന്നെ ഭയന്ന് രണ്ടുപേരും ടേബിളിനടിയിലേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ ക്ലോസ് ആയി തന്നെയാണ് ഇരുന്നത്. അതുമാത്രമല്ല ഹീറോയിൻ്റെ നെറ്റിയാവട്ടെ ഡെസ്കിൽ കയറി ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ല, ഈ സമയത്ത് ഇവിടേക്ക് കയറി വന്ന എന്തിനാണെന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ കണ്ണെടുക്കാതെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ അവളുടെ അച്ഛനാവട്ടെ അവിടം വിട്ട് പോകുന്നുണ്ട്. അച്ഛൻ പോയി, നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഹീറോയും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും കൂടി നെറ്റി കൂട്ടിമുട്ടുന്നുണ്ട്. തൻ്റെ നെറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ നെറ്റിക്ക് കൈയും കൊടുത്ത് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി വരികയും അവളുടെ നെറ്റിയിൽ വീണ്ടും ചെറുതായി ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തി അവളിൽ വല്ലാത്ത ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ തലയിടിച്ചതിന് ഇത് മതിയാവൂ എന്ന് പറഞ്ഞ് ഹീറോ ശാന്തമായി തന്നെ ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ പ്രവൃത്തി അവളിൽ വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവൾ ധൃതിയിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ചയൊക്കെ അകലെ മാറി നിന്നിരുന്ന അവന്റെ അമ്മ കണ്ടിരുന്നു. പിറ്റേ ദിവസം ഹീറോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സ്ത്രീ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, നീ ഇതിനാണ് ആയിങ്ങിൻ്റെ കൂടെ ഇത്ര ക്ലോസ് ആയി പെരുമാറുന്നത്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ലഭിച്ച ജീവിതം, ഇത് നശിപ്പിക്കാനായിട്ട് നീ ഇതിലേക്ക് കടന്നു വരരുത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇത്ര പ്രാവശ്യം നിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ടും നീ അത് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ്? നിന്നെ കാണുമ്പോഴല്ല നിൻ്റെ അച്ഛനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നീ കാരണം തന്നെയാണ് നിൻ്റെ അച്ഛനും മരണപ്പെട്ടത്. ദയവ് ചെയ്ത് തൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആ സ്ത്രീയാവട്ടെ കരയുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഹീറോയ്ക്കാവട്ടെ വല്ലാതെ വിഷമമാവുന്നുണ്ട്. എന്നിരുന്നാൽ അവൻ വളരെ ശാന്തമായി തന്നെ കാണപ്പെട്ടു. സത്യം പറ, ഞാൻ കാരണമാണോ അച്ഛൻ മരിച്ചതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതെ, നീ തന്നെയാണ് ഇതിനെല്ലാം കാരണം. ദയവ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു തന്നെ ആ സ്ത്രീ ആവട്ടെ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. നോർമലായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ബൈക്ക് റേസിംഗ് അവന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ അവൻ റേസിംഗും ചെയ്തിരുന്നു, കൂടെ ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു യുവാവാവട്ടെ അവൾ പോകാതിരിക്കാൻ തടസ്സം ചെയ്യുന്നുണ്ട്. ആ യുവാവിനെ ഹീറോയിൻ്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ മോഷ്ടിച്ചതിന് അവനെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുകയായിരുന്നു. അവനാവട്ടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പണം മുടക്കി എന്നും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കണമെന്നൊന്നും ഇല്ലല്ലോ, എനിക്കിങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് അവൻ പറയുമ്പോൾ ഹീറോയിനാവട്ടെ അവനെ അടിച്ച് താഴ്ത്തള്ളിയിടുന്നുണ്ട്. ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ അങ്ങ് പോയാൽ അത് വലിയ തെറ്റായി പോകും. എൻ്റെ അമ്മ നിന്നെ സഹായിച്ചത് എത്രത്തോളം വലിയ തെറ്റായി പോയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനപ്പുറം തൻ്റെ കൺമുന്നിലേക്ക് വന്നാൽ ഇങ്ങനെയായിരിക്കില്ല പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ അവിടം വിട്ട് പോകുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഹീറോയും അവൻ്റെ അച്ഛനും ആവട്ടെ മിന്നെ ഫിഷ് ഫുഡ് കൊടുക്കുന്നതാണ് അവൾ കാണുന്നത്. ആ സമയം അച്ഛനേരെ വിളിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ അവിടെ വന്ന് പോകുന്നുണ്ട്. അതേസമയം ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് മീനുകളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ഭംഗിയുള്ള ഏതൊരു വസ്തുവിനെയും തനിക്ക് ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ നിന്നെ കാണാൻ വളരെ ഭംഗിയുണ്ടല്ലോ, പക്ഷേ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല, നീ വളരെ സ്മാർട്ടും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റും, പക്ഷേ എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നീ കരുതിയോ? പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല, തീരെ ഇഷ്ടമല്ല എന്ന് അവൾ തീർത്ത് പറയുന്നുണ്ട്. അവൾ പറഞ്ഞ വാക്കുകൾ അവനെ വിഷമിപ്പിച്ചെങ്കിൽ പോലും അവൻ ശാന്തമായി തന്നെ കാണപ്പെട്ടു. നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ അതോർത്ത് എനിക്ക് യാതൊരു ടെൻഷനുമില്ല, എന്തുകൊണ്ടാണ് നിനക്കെന്നെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത്ര തന്നെ നമ്മൾ മറുപടി പറയുന്നു. ഇന്ന് നീ വല്ലാതെ ദേഷ്യത്തിലാണല്ലോ, എന്താ കാര്യമൊന്നും അവൻ തിരക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു പയ്യനെ കണ്ടിരുന്നു, അവനാവട്ടെ മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കുക ഓരോന്ന് ചെയ്യുകയായിരുന്നു. നിന്നെ എങ്ങനെയാണോ എൻ്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്തത് അതുപോലെ തന്നെ അവനെയും എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്തിരുന്നത്. പക്ഷേ അവസാനം ആവശ്യമില്ലാത്ത ഓരോ ആൾക്കാർക്ക് ഓരോരു സഹായം ചെയ്താൽ അതൊക്കെ തങ്ങൾക്ക് തന്നെ വിനയായി മാറത്തേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് ഫിഷിനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഈ ലോകത്തിൽ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആരും നമ്മളെ സ്നേഹിക്കില്ല. എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എല്ലാ അമ്മമാരും അതുപോലല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലതെ ഫീൽ ആവുന്നുണ്ട്, കാരണം അവൻ്റെ അമ്മ ഒരിക്കൽ പോലും അവനെ സ്നേഹിച്ചിട്ടില്ലല്ലോ. തുടർന്ന് ഹീറോയിനാവട്ടെ ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ നല്ല സ്മാർട്ടാണെന്ന് പറയുന്നുണ്ട്. അവൾ ഇത്രത്തോളം പറഞ്ഞിട്ടും മറുത്തൊരു വാക്ക് പോലും ഹീറോ പറഞ്ഞിരുന്നില്ല. അത്രത്തോളം അവളുടെ വാക്കുകൾ അവനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിതുവരെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയിൻ വല്ലാതെയാവുന്നുണ്ട്. നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ഇരു നേരം എന്നോട് വഴക്കടിക്കുന്നതിന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ കയ്യിലുള്ള ഒരു പാട് അവൾ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരിക്കുന്നു. എന്താണ് ശരിക്കുള്ള അവൻ്റെ പ്രശ്നമെന്ന് തന്നെ അവൾ ചിന്തിക്കുന്നുണ്ട്. അവളുടെ വാക്കുകൾ വല്ലാതെ ഡിപ്രഷനിലേക്ക് ഹീറോയെ എത്തിച്ചിരുന്നു. താൻ നോർമൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചെത്തണമെന്ന് അവൻ കണ്ണാടിയിൽ നോക്കി തുടരെ പറയുന്നുണ്ട്. പിന്നീട് ഹീറോ ആവട്ടെ അവൻ കഴിക്കാത്തൊരു സ്വീറ്റ് ഹീറോയിൻ കഴിക്കുമെന്ന് വിചാരിച്ച് അവൾക്ക് കൊടുക്കാനായി പോകുന്നു. ഹീറോയിൻ ആവട്ടെ അവൾക്ക് എന്തോ ഒരു അലർജിക് റിയാക്ഷൻ മൂലം തന്നെ അവളുടെ മുതുകിൽ ഓയിൻമെന്റ് പുരട്ടാൻ തുടങ്ങിയായിരുന്നു. അതേസമയമാണ് ഹീറോ അവിടെ എത്തി വാതിൽ തുറന്നത്. പെട്ടെന്ന് ആ മരുന്ന് നിലത്തേക്ക് വീണ് ഹീറോയുടെ കാലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നോക്കിയപ്പോഴാണ് ഹീറോ അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളൊരു ഷോൾ എടുത്തിടുന്നുണ്ട്.
എന്തിനാ വന്നേ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സ്വീറ്റ്സ് ഞാൻ കഴിക്കില്ല, നിനക്ക് തരാമെന്ന് കരുതിയിട്ട് വന്നേ, തൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിൽക്ക്, വന്ന സ്ഥിതിക്ക് ഈ ഓയിൻമെന്റ് ഒന്ന് പുരട്ടിത്താന്ന് പറഞ്ഞ് ഹീറോയിന്റെ നേർക്ക് അവൾ നീട്ടുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി വരുന്നുണ്ട്. അവള് അപ്പോഴത്തെ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയെങ്കിലും വല്ലാത്ത നെർവസ് ആയിരുന്നു. ഹീറോ അതേസമയം മനസ്സിൽ ധരിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സീസണിലല്ലേ ഇവൾക്കൊക്കെ അലർജി വരുന്നത്, പക്ഷേ തൻ്റെ അവസ്ഥ ആർക്കും വരല്ലേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചാണ് അവൻ ഓർത്തത്. അതിനുശേഷം ഹീറോയിന് അവൻ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ തൊട്ടപ്പോൾ തന്നെ അവളവിടെ വല്ലത് ഞെരിപിരി കൊള്ളുന്നുണ്ട്. നിന്റെ കയ്യിൽ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നു എന്ന് തന്നെ അവൾ പറയുമ്പോൾ അവൻ അവിടെ രണ്ട് കൈയും തിരുമ്മി ഒന്ന് ഊതിയതിനു ശേഷം അവൻ്റെ കൈ അവളുടെ ബാക്ക് സൈഡിൽ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ശരി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുമെന്നും പറയുന്നുണ്ട്. നിനക്ക് ഇത്ര പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുന്നുണ്ട്. ഇതവളെ വല്ലാതെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നുണ്ട്. അവളുടെ ഹൃദയമിടിപ്പ് ഉയരുകയും ചെയ്യുന്നു. വീണ്ടും കുറച്ച് ക്ലോസ് ആയി വന്നിട്ട് നിനക്ക് ഇത് മാത്രമേ അലർജി ഉള്ളൂ അതോ ഞാനും അലർജിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഒരു മേൽക്കോട്ട് എടുത്ത് ധരിക്കുകയും നിന്നോട് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊക്കോ എന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇവനെതിരെങ്ങനെ ഓവറായി തന്നോട് സംസാരിക്കുന്നത്, ഇവനടുത്തുള്ളപ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് ഇങ്ങനെ വരുന്ന എന്തുകൊണ്ടാ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, മര്യാദയ്ക്ക് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് അവനെ വെളിയിലാക്കി അവൾ വാതിലൊടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കൊണ്ടുവന്ന കേക്ക് പീസുകളെടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അവന് സ്വീറ്റ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് എനിക്കെന്തിനാ കൊണ്ടു തന്നേന്ന് അവളത് നോക്കി വിചാരിക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിന്റെ അച്ഛനും കൂടി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. തങ്ങളിരുവരും പോവുകയാണെന്നും നിങ്ങളിരുവരും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ വീട്ടിലിരിക്കണമെന്നും പിന്നെ നിന്റെ ഹസ്ബൻഡിന്റെ ആനിവേഴ്സറിക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ, നന്നായി ശ്രദ്ധിച്ചു പോകണമെന്ന് നല്ല കെയറോടെ തന്നെ അയാൾ പറയുന്നുണ്ട്. ആ സ്ത്രീയും ഞങ്ങൾ സൂക്ഷിച്ചു പൊക്കോളാമെന്നൊക്കെ പറഞ്ഞ് അയാളോട് നല്ല സ്നേഹമുള്ളതുപോലെ പെരുമാറുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിനവിടെ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ പുതുമോടികളെ പോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാച്ചാന്ന് പറഞ്ഞ് തന്നെ അവൾ അയാളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹീറോയെ അവിടെ കാണുന്നുണ്ട്. നിന്നോടൊന്ന് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ആനിവേഴ്സറിക്ക് അവൻ വരണ്ടായെന്നും താൻ മാത്രമേ പോകുന്നുള്ളൂ എന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. അതെന്താ തനിക്ക് വരാൻ സാധിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നിന്നെ കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നീ അവിടെ വന്നാൽ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കും, എന്തായാലും നീ തന്നോടൊപ്പം വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയ്ക്കാണെങ്കിൽ നെഞ്ചിന് വല്ലാത്ത വേദന അനുഭവപ്പെടുകയും നിലത്തേക്കിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സ്ത്രീ ആവട്ടെ ഒരു ദയവുമില്ലാതെ തന്നെയാണ് അവനോട് പെരുമാറിയത്. താൻ ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ആരുടെ മുമ്പിൽ വരാതെ ഒരു മൂലക്കിരുന്ന് തന്നെ അച്ഛൻ്റെ ആനിവേഴ്സറിയിൽ പങ്കെടുത്തോളാം എന്നവൻ പറയുന്നുണ്ടെങ്കിലും എന്നോടൊപ്പം നീ വരരുതെന്നും നിനക്ക് സുഖമില്ലാന്നാണ് ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ വല്ലാതെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നീട് ഹീറോയിൻ അവളുടെ അച്ഛനെ സംസാരിച്ചുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. ലൂവിനാണെങ്കിൽ തീരെ സുഖമില്ല, അവൻ അച്ഛൻ്റെ ആനിവേഴ്സറിക്ക് പോയില്ല. തനിക്കിവിടെ 2 ദിവസം കൂടി നിന്നേ മതിയാവും, അതുമാത്രമല്ല ആൻറ്റി ഷൂ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോയി അവനെ നന്നായി കെയർ ചെയ്യുമോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും അടിയൊന്നും ഉണ്ടാക്കരുതെന്നും അയാൾ പറയുന്നുണ്ട്. അത്ര താല്പര്യമൊന്നുമില്ലെങ്കിൽ പോലും ഹീറോയിന് എന്നെ സമ്മതം അറിയിക്കുന്നുണ്ട്. ഇതേ സമയം അമ്മ പോയതിനു ശേഷം ഹീറോ ആവട്ടെ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. അവന് വല്ലാത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. താൻ മരിക്കാൻ പോവുകയാണെന്നും മരിക്കാൻ പോകുന്ന സമയത്ത് താൻ ആരെയായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നതെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ അച്ഛന് ഫുഡ് കൊടുക്കാനായി പോയിരുന്നു. അതേസമയം മുകളിൽ നിന്ന് ഒരു ഇരുമ്പ് കമ്പി ഹീറോയുടെ ദേഹത്തേക്ക് പതിക്കേണ്ടതായിരുന്നു. എന്നാൽ അവൻ്റെ അച്ഛൻ തക്കതായ സമയത്ത് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇരുമ്പിന്റെ കമ്പി അവൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയും അങ്ങനെ അവൻ്റെ അച്ഛൻ മരണപ്പെടുകയായിരുന്നു. പിന്നീട് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഹീറോയിൻ്റെ മുഖം കടന്നു വരുന്നുണ്ട്. താൻ എന്താണ് ഇപ്പോൾ അവളെക്കുറിച്ച് ചിന്തിച്ചത്? അവളെന്തായാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല, മറ്റാരും തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനും പോകുന്നില്ല, ഇവിടെ കിടന്ന് തന്നെ താൻ മരിച്ചു പോകും. അവസാനമായി ആരെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ഹീറോയിൻ അവിടെ നിൽക്കുന്നതായി അവന് തോന്നുന്നുണ്ട്. അവൻ്റെ അവസ്ഥ കണ്ട് ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്തേക്ക് അവൾ ഇരിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ ഹീറോയുടെ ബോധം മറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയോടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻസ് ഒക്കെ അവൾ നോക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് മെന്റൽ ഇൽനെസ്സിന് കഴിക്കുന്ന മെഡിസിൻസ് ആണ് അതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൻ്റെ വായിലേക്ക് ഇട്ട് വെള്ളവും അവന് കുടിക്കാനായി നൽകുന്നുണ്ട്. ലൈറ്റായി അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഹീറോയിനും ഒന്ന് സമാധാനമായത്. എന്തിനാ ഇവിടെ വന്നത്? ഇതെന്റെ റൂമാണെന്ന് ഹീറോ പറയുമ്പോൾ ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞ് ഹീറോയിനും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പോകാൻ നോക്കുന്ന അവൻ പറയുമ്പോൾ തന്നെ ഹീറോയിൻ അവിടെ രക്ഷ എന്നോട് നീ ഇതൊക്കെ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് എൻ്റെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് ആരും വേണ്ട, നീയും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കട്ട് ചെയ്ത പാടുകൾ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നീട് ഹീറോ അവിടെ സോഫയിലേക്ക് വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് നോക്കി ഹീറോയിൻ ഇരിക്കുന്നുണ്ട്. ദേഷ്യമുണ്ടെങ്കിൽ പോലും അവനെ നോക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരുന്നു ഹീറോയിൻ. പെട്ടെന്ന് തന്നെ അവൻ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ഹീറോയിന് ചാടി എഴുന്നേക്കുന്നുണ്ട്. നീ ഉറങ്ങില്ലായിരുന്നോ എന്ന് അവൾ പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. അവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ് ഇവിടെ വന്നേന്ന് അവൻ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു, അന്നേരം എനിക്ക് ആരോ ഓക്സിജൻ തന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഈ മീനുകൾക്ക് നൽകുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഫിഷ് ടാങ്കിലേക്ക് നോക്കുന്നുണ്ട്. ഹീറോയിൻ ഇത് കേട്ടപ്പോൾ വല്ലാതെ വിഷമമാവുന്നുണ്ട്. അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലാവുന്നു. ശരി, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് വരാമെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവനവിടെ നീ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്.
എന്ത് പറയണമെന്നറിയാതെ ഹീറോയിനും അവൻ്റെ അടുത്തേക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ ആവട്ടെ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടേ എന്ന് ആൻറ്റി നിങ്ങളോട് വല്ലതും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, എന്തോ സിറ്റുവേഷൻ എന്ന് മറ്റോ ആണ് അവർ പറഞ്ഞെന്ന് തോന്നുന്നു ഹീറോയിൻ പറയുമ്പോൾ അതിന് കാരണം ഞാൻ തന്നെയാണ്. എന്നെ രക്ഷിക്കാൻ പോയപ്പോഴാണ് തൻ്റെ അച്ഛൻ അപകടം സംഭവിച്ച് മരണപ്പെട്ടത്. ഒരു ഇരുമ്പ് കൂടാരം തൻ്റെ മണ്ടയിലേക്ക് വന്ന് വീഴേണ്ടതായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ അതിനെ എതിർത്ത് നിന്നു. മരിക്കുന്ന ആ നിമിഷങ്ങൾക്ക് പോലും തന്നോട് കരുതലോടെ തന്നെ നോക്കി നടക്കെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ ഭയമാവുകയാണ്. ആ സന്ദർഭത്തിൽ നിന്ന് ഇതുവരെ എനിക്ക് വെളിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് എന്താ പറ്റിയെന്ന് അവൻ്റെ ഷോൾഡറിൽ തൊട്ടോട്ട് ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ നീങ്ങിയിരുന്നിട്ട് തന്നെ തൊടണ്ട, തൻ്റെ അടുത്തേക്ക് ആരും വരികയും വേണ്ട, എല്ലാവരും തന്നെ അച്ഛനെ കൊന്നവനായിട്ടാ കാണുന്നേ എന്നും അവൻ പറയുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഹീറോയിൻ്റെ കണ്ണുകളിൽ നിറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മാനസിക നില വല്ലാത്ത ഒരു അപകട രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാതെ ഭയമാവുന്നുണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഹീറോ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മ പോലും അവനെ വല്ലാതെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ പറഞ്ഞിട്ടില്ലേ എല്ലാ മക്കളോടും എല്ലാ അമ്മമാർക്കും സ്നേഹമായിരിക്കുന്നു, പക്ഷെ എൻ്റെ അമ്മ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവൻ വല്ലാതെ ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ തന്നോട് പെരുമാറുന്നതെന്ന് അറിയില്ല എന്ന് അവൻ പറയുമ്പോൾ തന്നെ തനിക്കും അതിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ എല്ലാം ശരിയാവൂ എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഹർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നമ്മളെല്ലാവരും ഒരു ഫാമിലിയെ ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആശിച്ചിരുന്നു. അതുകൊണ്ട് അമ്മയോടൊപ്പം വന്നേ എന്നവൻ പറയുന്നുണ്ട്. ഞാൻ അമ്മയെ ദ്രോഹിക്കാനാണ് കൂടെ വന്നിരിക്കുന്നതെന്നാണ് അവർ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോ കരയുന്നുണ്ട്. നിനക്ക് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു, ഞാൻ എന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇതൊരു ചെറിയ പനിയല്ലേ, ചത്തൊന്നും പോകില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ പോയി മതിയാവുമെന്ന് പറഞ്ഞ് ഹീറോയെ അവൾ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവനവിടെ പെട്ടെന്ന് തന്നെ ഹീറോയിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. എനിക്കുള്ള ഓക്സിജൻ നിന്റെ പക്കലാണുള്ളത്, നേരത്തെ നീ തന്നെയല്ലേ എന്നെ രക്ഷിച്ചെന്നും അവൻ പറയുന്നു. അങ്ങനെ തന്നെ അവനെ ഫോഴ്സ് ചെയ്ത് അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവന് ടീ ഒക്കെ എടുത്തുകൊണ്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. വേണ്ട, നീ തന്നെ കുടിച്ചു എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവള് അവൻ്റെ വായിലേക്ക് ടീ വെച്ചു കൊടുക്കുകയും അതിനുശേഷം അവൻ്റെ ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ പ്രവൃത്തിയിൽ ഹീറോയ്ക്കും വല്ലായ്മ അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവനവിടെ ചിരിച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിൽ ചായുന്നുണ്ട്. ഇതവളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും എതിരാളികളായിരുന്നു. ഇപ്പോൾ അവൻ എത്രത്തോളം താനുമായി ക്ലോസ് ആയെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞവൾ ശാന്തമായി തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനെന്താ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേന്നറിയുമോ? നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കന്ന് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്റെ ഫാമിലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അമ്മ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, കാരണം അച്ഛൻ മരിച്ചതിന് കാരണക്കാരൻ താനാണെന്ന് പറഞ്ഞ്. എന്നെക്കാട്ടിലും എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം തന്നോട് ദേഷ്യവും വെറുപ്പും കാണിക്കുന്നത്. അവസാനം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കാണാൻ കൂടി തന്നെയാണ് താനും അവരോടൊപ്പം വന്നത്. പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം ആ ഫാമിലിയിൽ ഒരാളായി തനിക്ക് മാറാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇനി എന്തായാലും അതിന് സാധിക്കില്ല. താൻ എന്തായാലും പോകേണ്ടവൻ തന്നെയാണ്. ഞാൻ പോയതിനു ശേഷം നിങ്ങളെല്ലാവരും ഹാപ്പിയായി സമാധാനത്തോടെ തന്നെ ജീവിക്കണമെന്ന് ഹീറോ വല്ലാതെ ഫീൽ ചെയ്ത് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിന് ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമത്തോടെ തന്നെ നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എവിടേക്കെങ്കിലും പോകണം, പക്ഷേ അവസാന ശ്വാസം വരെയും തൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടേതായിരിക്കുമെന്ന് തന്നെ അവൻ ഉറച്ച മനസ്സോടെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ തീരുമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ്. അപ്പോൾ നീ ഞങ്ങളോടൊപ്പം തന്നെ കാണുമെന്ന് ഹീറോയിൻ വളരെ ക്ലോസ് ആയവൻ്റെ അടുത്തേക്ക് നിന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ താൻ അവനടുത്ത് ഒരുപാട് ക്ലോസ് ആയല്ലോ ഇരിക്കുന്നതെന്ന് കരുതിയ ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് ട്രിപ്പ് തീർന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. ഇരുവരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി നൂഡിൽസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ പകുതി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായി എന്ന് പറയുന്നു. തുടർന്ന് ഹീറോ ആവട്ടെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് അവളുടെ നൂഡിൽസ് എടുത്തു വെച്ച് കഴിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ നമ്മളത്ര ക്ലോസ് ഒന്നും അല്ലല്ലോ, എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട്. ക്ലോസ് അല്ലെന്നോ? ഞാൻ നിന്റെ ബ്രദർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവനാവട്ടെ വീണ്ടും നൂഡിൽസ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇത് ഹീറോയിനെ ചെറുതായി വേദനിപ്പിക്കുന്നുണ്ട്. അവൻ തൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ എന്നോർത്തിട്ട്. നീ എൻ്റെ ബ്രദറൊന്നും അല്ല, നീ ലൂഷാവോ ആണെന്ന് അവൾ പറയുമ്പോൾ അപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കിടയിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, നീയായിട്ട് തന്നെ ഇരിക്കണം, ഞാനായിട്ട് തന്നെ ഇരിക്കണം, അല്ലാതെ വേറൊന്നും തന്നില്ല. ഈ ബ്രദർ സിസ്റ്റർ എന്ന് പറയുന്നതൊന്നും നമ്മൾക്കിടയിൽ വേണ്ട എന്ന് പറയുമ്പോൾ ഹീറോയും മനസ്സിലായെന്ന മട്ടിൽ തന്നെ അവളോട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും 2 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്കുള്ള ഗിഫ്റ്റ്സുമായിട്ടാണ് അവർ ഇരുവരും വന്നത്. അച്ഛൻ അവിടെ വന്നുടഞ്ഞ് തന്നെ ആയിങ്ങിൻ്റെ അടുത്ത് ലൂവിൻ എങ്ങനെയുണ്ടെന്ന് തിരക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ അച്ഛൻ ലൂവിനെ കാണാനായി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൂവിൻ്റെ അമ്മയാവട്ടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. നീ കരുതുന്ന പോലെ അവനത്ര നല്ല പയ്യനൊന്നുമല്ല, അവൻ 2 ദിവസം നിന്നെ നന്നായി നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ നോക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നല്ലോ, അവനല്ലേ വയ്യാതിരുന്നത്, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ശരിയാണ് അവന് ചെറിയ മെന്റൽ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവന് മെന്റൽ ഇൽനെസ് ഉള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അവന് യാതൊരു അസുഖവുമില്ല, അവന് ഭ്രാന്താണെന്ന് അവർ പറയുന്നുണ്ട്. സ്വന്തം മകന്
ഇങ്ങനെ ഒരു അസുഖമുണ്ടായപ്പോൾ ഭ്രാന്താണെന്ന് പറയുന്ന ഇവർ എന്തൊരു അമ്മയാണെന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആൻറ്റി, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരാറുണ്ടെന്ന് പറഞ്ഞ് തന്നെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹീറോയിൻ മുമ്പോട്ട് അലറിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അവരവട്ടെ ഭയന്ന് മാറി നിൽക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ കളിയാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും കളിയാക്കലേ, താൻ ഭയന്ന് പോയി എന്ന് തന്നെ അവരും പറയുന്നു. നിങ്ങളെയൊക്കെ ഒരു അമ്മയെന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്ക് ഹീറോ ആവട്ടെ റേസ് ചെയ്തിട്ട് വന്നേക്കുന്നുണ്ട്. അവന് ഏറെ ഇഷ്ടമുള്ള കാര്യമല്ലേ അവന്റെ മാസ്റ്റർ അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ടൈമിൽ തന്നെ നീ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ നീ തന്നെയാണ് ചാമ്പ്യൻ എന്ന്. അങ്ങനെ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ആവട്ടെ ഹീറോയിന്റെ അമ്മ സ്പോൺസർ ചെയ്ത ആ പയ്യനും വേറെ ഒരു ധനികനായിട്ടുള്ള പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാവട്ടെ ഹീറോയുടെ ഒരു വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ പഴയ വാച്ചാണ്, പക്ഷേ അത് ഹീറോയുടെ അച്ഛൻ്റെ വാച്ചാണ്. ആ ഓർമ്മയ്ക്കാണ് അവൻ അത് സൂക്ഷിക്കുന്നത്. ഈ വാച്ച് നിനക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ വാച്ച് വേണമെങ്കിൽ നീ എന്നോടൊപ്പം റേസ് ചെയ്ത് ജയിച്ചാൽ നിനക്ക് ഈ വാച്ച് നൽകാമെന്ന് അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അതിന് സമ്മതം മൂളിയിട്ട് ശാന്തമായി തന്നെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം തന്നെ ഹീറോയിൻ്റെ അമ്മ സ്പോൺസർ ചെയ്ത പയ്യനുണ്ടല്ലോ, എനിക്കൊരു പെൺകുട്ടി അറിയാം, ആയിങ് എന്നാണ് അവളുടെ പേര്, അവളെ ഒന്ന് ട്രാപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ്റെ പേര് കേട്ടതും ഹീറോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഏതു വിധേനയും അവരുടെ ട്രാപ്പിൽ വീഴാതെ ഹീറോയിനെ രക്ഷിക്കണമെന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നു. കുറച്ച് പണം തന്നാൽ ആ പെൺകുട്ടിയെ സെറ്റ് ചെയ്ത് തരാമെന്ന് തന്നെ ആ ധനികനായ യുവാവിനോട് പറയുമ്പോൾ ഹീറോയിൻ്റെ അമ്മ സ്പോൺസർ ചെയ്ത ആ പയ്യന് പണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ്റെ ക്ലാസ്സിലാവട്ടെ കുറച്ച് കൂട്ടുകാർ വളരെ വലിയൊരു റേസിംഗ് ആണ് നടക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും കാണാനായി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോന്റെ ഫ്രണ്ട് ആവട്ടെ അവളുടെ അടുത്ത് നിനക്ക് റേസിംഗ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ റേസിംഗ് എന്തായാലും നൈറ്റ് അല്ലേ, നമുക്ക് പോയിട്ട് വരാമെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് എല്ലാവരും റേസിംഗ് കാണാനായിട്ട് പോകുന്നുണ്ട്. ഒന്ന് ഹീറോയിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണെന്നും അത് ഹീറോ ആണെന്ന് അവൾക്കറിയില്ല. അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അത്രമാത്രമേ അവൾക്കറിയൂ. മറ്റൊന്ന് ആ പണക്കാരനായ യുവാവായിരുന്നു. ഹീറോയെ കാണാൻ വളരെ സ്റ്റൈലായിട്ടുണ്ടെന്ന് തന്നെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ പരസ്പരം പറയുന്നുണ്ട്. ലൂവിനെ ഇതുവരെ കാണുന്നില്ലല്ലോ, അവനെന്താ വരാത്തതെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായി തന്നെ റേസ് കിടക്കുന്നുണ്ട്. ഹീറോ തന്നെയായിരുന്നു ഫസ്റ്റ് എത്തിയിരുന്നത്. അവൻ ഹെൽമെറ്റ് മാറ്റിയതിനു ശേഷമാണ് എല്ലാവർക്കും അത് ലൂ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആവട്ടെ ഈ മഹാഭാവി ഇത്രയും വലിയ റേസറായിട്ട് പോലും നമ്മളോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പരസ്പരം പറയുന്നുണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് ആവട്ടെ ഇത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഹാൻസം ആയിട്ടുള്ള പയ്യനല്ലേ എന്ന് ഹീറോയിൻ്റെ അടുത്ത് തിരക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനിന് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ആശ്ചര്യത്തോടെ തന്നെ ഹീറോയിൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഇതേസമയം പണക്കാരൻ പയ്യനാവട്ടെ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. റേസ് ജയിച്ച സ്ഥിതിക്ക് തന്റെ വാച്ച് ലഭിക്കില്ലോ എന്ന് കരുതി തന്നെ ധനികനായ യുവാവിനോട് തന്റെ വാച്ച് തിരികെ തരാൻ ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കില്ല. 3 റൗണ്ട് റേസ് നടത്തി നീ ജയിച്ചാൽ മാത്രമേ വാച്ച് തിരികെ തരൂ എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. പക്ഷെ മാസ്റ്റർ ആവട്ടെ നിന്റെ ആ ഒരു വാച്ചിന് വേണ്ടി നീ ഇത്രത്തോളം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ, അതിങ്ങ് വാങ്ങിച്ചാൽ പോരെയും ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അവൻ റേസിൽ തോക്കട്ടെ, അതിനുശേഷം ഞാനത് വാങ്ങിച്ചോളാമെന്നും ഹീറോ വ്യക്തമാക്കുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഹീറോയിൻ്റെ അമ്മ സ്പോൺസർ ചെയ്ത ആ പയ്യനെ ആവട്ടെ ആ ധനികനായ യുവാവ് അടിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൻ പറഞ്ഞിട്ടാണ് ലൂവായിട്ട് അവൻ മത്സരത്തിൽ നിന്നെന്നും എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടുമെന്നും അടുത്ത പ്രാവശ്യം അവൻ്റെ ബൈക്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ചെയ്തു വെച്ച് അവനെ തോൽപ്പിക്കണമെന്നും പറയുന്നുണ്ട്. ശരി, താൻ എന്തെങ്കിലും ചെയ്യാമെന്ന് തന്നെ അവനും പറയുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് റേസ് ഉണ്ടെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൂഷാവൂ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി അവന് വേണ്ടി ആർപ്പ് വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ ഹീറോ ആ റേസ് ജയിച്ചോ അതോ അവന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നും പിന്നീട് ഹീറോയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നും അറിയാം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷഹബാസ്, അൻഷ, ഹിബ, ഷഫ, ഇസ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫൈനൽ പാർട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക.